ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിലൗഡ് ബോളേഴ്സ് എന്ന സ്റ്റോറിയുടെ ഷോർട്ട് സമ്മറിയാണ്. ഈ സ്റ്റോറി മാക്സിം ഗോർക്കി എന്ന ഫേമസ് ആയ റഷ്യൻ റൈറ്ററാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം നമുക്ക് മാക്സിം ഗോർക്കിനെ കുറിച്ച് നോക്കാം. മാക്സിം ഗോർക്കി വാസ് എ ഫേമസ് റഷ്യൻ റൈറ്റർ ആൻഡ് പൊളിറ്റിക്കൽ തിങ്കർ. മാക്സിം ഗോർക്കി പ്രശസ്തനായ ഒരു റഷ്യൻ എഴുത്തുകാരനും രാഷ്ട്രീയ ചിന്തകനുമായിരുന്നു. ഹിസ് ആക്ച്വൽ നെയിം വാസ് അലക്സി മാക്സിമോവിച്ച് പെഷ്കോവ്, ബട്ട് ഹി wrote അണ്ടർ ദി പെൻ നെയിം മാക്സിം ഗോർക്കി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അലക്സി മാക്സിമോവിച്ച് പെഷ്കോവ് എന്നായിരുന്നു. പക്ഷേ അദ്ദേഹം മാക്സിം ഗോർക്കി എന്ന തൂലിക നാമത്തിലാണ് എഴുതിയത്. ഹി ഈസ് നൗൺ ഫോർ ഹിസ് വർക്ക്സ് പോർട്രേയിങ് ദി സ്ട്രഗിൾസ് ഓഫ് ദി വർക്കിംഗ് ക്ലാസ്. അദ്ദേഹം തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങളെ ചിത്രീകരിക്കുന്ന കൃതികളിലൂടെയാണ് അറിയപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് മാക്സിം ഗോർക്കിയുടെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ്. മദർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള നോവലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്കുകളാണ് മൈ ചൈൽഡ്ഹുഡ്, ഇൻ ദി വേൾഡ്, മൈ യൂണിവേഴ്സിറ്റീസ് എന്നിവ. മാക്സിം ഗോർക്കിയുടെ ബിലൗഡ് ബോളേഴ്സ് എന്ന ഈ ചെറുകഥ അതിയായ ഒറ്റപ്പെടലിൽ കഴിയുന്ന തെരേസ എന്ന പോളിഷ് സ്ത്രീയുടെ ഹൃദയസ്പർശിയായ കഥയാണ്. ജീവിതത്തിൽ സ്നേഹവും പരിഗണനയും ലഭിക്കാത്തതിനാൽ അവൾ തൻ്റെ ഏകാന്തതയെ മറികടക്കാൻ ബോളസ് എന്ന ഒരു സങ്കല്പ പ്രണയനെ സൃഷ്ടിക്കുന്നു. അവനോട് കത്തുകൾ എഴുതാനും അവനിൽ നിന്നുള്ള മറുപടികൾ ഉണ്ടാക്കാനും അവൾ ഒരു വിദ്യാർത്ഥിയുടെ സഹായം തേടുന്നു. ബിലൗഡ് ബോളസ് എന്ന ഈ കഥയുടെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒറ്റപ്പെടലും സ്നേഹത്തിനുള്ള ആഴത്തിലുള്ള ആഗ്രഹവുമാണ്. തെരേസ ഈ സമൂഹത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു സ്ത്രീയാണ്. അവളെ സ്നേഹിക്കാനോ പരിഗണിക്കാനോ ആരുമില്ല. ഇനി നമുക്ക് കഥയുടെ സമ്മറിയിലേക്ക് കടക്കാം. മാക്സിം ഗോർക്കിയുടെ ബിലൗഡ് ബോളേഴ്സ് എന്ന ഈ കഥ അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരൻ പറഞ്ഞ ഒരു വ്യക്തിപരമായ അനുഭവമായാണ് വിവരിക്കുന്നത്. മോസ്കോയിൽ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അയാൾ താമസിച്ചിരുന്ന വീടിൻ്റെ എതിർവശത്തുള്ള റൂമിൽ തെരേസ എന്ന ഒരു പോളിഷ് സ്ത്രീയും താമസിച്ചിരുന്നു. അവൾ ഉയരവും കരുത്തുമുള്ളവളായിരുന്നു. കുറ്റിച്ചെടി പോലെയുള്ള കറുത്ത പുരുക്കങ്ങളും കടും തവിട്ട് നിറത്തിലുള്ള മുടിയും വലിയ പരുക്കൻ മുഖവും അവൾക്കുണ്ടായിരുന്നു. അവളുടെ ഇരുണ്ട കണ്ണുകളുടെ തിളക്കവും ബേസ് ശബ്ദവും പേശികളുടെ ശക്തിയും വിദ്യാർത്ഥിയായിരുന്ന നരേറ്ററെ ഭയപ്പെടുത്തിയിരുന്നു. തുടക്കത്തിൽ അയാൾ അവളുടെ ശാരീരിക സാന്നിധ്യത്തിൽ ഭയന്ന് അവളെ ഒഴിവാക്കിയിരുന്നു. പടിക്കെട്ടിലോ മുറ്റത്തിലോ വെച്ച് അവളെ കാണുമ്പോൾ അവൾ പുഞ്ചിരിക്കും. ചിലപ്പോൾ മദ്യപിച്ച നിലയിൽ അശ്രദ്ധയായി സംസാരിക്കുന്നതും അവനെ അസ്വസ്ഥനാക്കുമായിരുന്നു. ഒരു ദിവസം രാവിലെ ക്ലാസ്സിൽ പോകാതിരിക്കാനായി കാരണങ്ങൾ കണ്ടെത്തി കിടക്കുമ്പോൾ തെരേസ നരേറ്ററിൻ്റെ മുറിയിൽ വന്ന് അവൾക്ക് വേണ്ടി ഒരു കത്തെഴുതി തരാമോ എന്ന് അപേക്ഷിക്കുന്നു. ആ കത്ത് അവൾ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനായ ബോലെസ്ലാവ് കാഷ്പുട്ടിന് വേണ്ടിയാണ് എഴുതേണ്ടതെന്ന് അവൾ പറഞ്ഞു. വിദ്യാർത്ഥിയായിരുന്ന നരേറ്റർ അവൾക്ക് വേണ്ടി കത്തെഴുതി കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. തെരേസ തൻ്റെ ബോളസിന് വേണ്ടിയുള്ള കത്ത് പറഞ്ഞു തുടങ്ങി. തെരേസ ബോളസിനെ അവളുടെ വിശ്വസ്ത പ്രണയിയായി വിശേഷിപ്പിക്കുകയും തെരേസ സ്വയം തന്നെ സോറോയിൻ ലിറ്റിൽ ഡോവായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖിതയായ ചെറിയ പ്രാവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നരേറ്ററിന് ചിരി വരുന്നു. കാരണം അവൾക്ക് അഞ്ചടിയിൽ കൂടുതൽ ഉയരമുണ്ടായിരുന്നു. എന്നിട്ടും അവൾ സ്വയം ഒരു ചെറിയ പ്രാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് അയാൾക്ക് തമാശയായി തോന്നി. നരേറ്ററിന് ചിരി വന്നെങ്കിലും അയാൾ സ്വയം നിയന്ത്രിക്കുകയും ചെയ്തു. ആരാണ് ബോളസ് എന്ന് നരേറ്റർ അവളോട് ചോദിക്കുന്നു. അവൾ ദേഷ്യപ്പെടുന്നു. അത് അവളുടെ ചെറുപ്പക്കാരനായ ബോളസ് ആണെന്ന് പറയുന്നു. അവർ തമ്മിൽ 6 കൊല്ലമായി അടുപ്പത്തിലാണെന്നും അവൾ കൂട്ടിച്ചേർക്കുന്നു. കത്തെഴുതി കഴിഞ്ഞപ്പോൾ അവൾ നരേറ്ററുടെ സേവനങ്ങൾക്ക് നന്ദി പറയുന്നു. എന്നിട്ട് എന്തെങ്കിലും ഉപകാരം ചെയ്യണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അയാൾ വേണ്ട എന്ന് പറയുകയും അവൾ പോവുകയും ചെയ്യുന്നു. 1-2 ആഴ്ചകൾക്ക് ശേഷം അവൾ വീണ്ടും വിദ്യാർത്ഥിയായിരുന്ന നരേറ്ററിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ബോളസിൽ നിന്നും മറ്റൊരു തെരേസയ്ക്ക് ഒരു കത്തെഴുതണമെന്ന് അവൾ പറയുന്നു. അത് പറയുമ്പോൾ അവളുടെ കൈകൾ വിറച്ചതും മുഖഭാവവും അവനെ സംശയിപ്പിച്ചു. അവനെ ദേഷ്യം വരികയും അവൾ കള്ളം പറയുകയാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവനെ വഞ്ചിക്കരുതെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട് ഭയന്ന തെരേസ ഒന്നും പറയാനാകാതെ പുറത്തേക്ക് ഓടി. കുറ്റബോധം തോന്നിയ നരേറ്റർ അവളുടെ മുറിയിൽ ക്ഷമ ചോദിക്കാനായി പോകുന്നു. അവിടെ വെച്ച് അവൾ ആ സത്യം തുറന്നു പറയുന്നു. ബോളസും തെരേസയും യാഥാർത്ഥ്യമല്ലെന്നും തനിക്കാരുമില്ലാത്തതിനാൽ താൻ സ്വയം സൃഷ്ടിച്ച ഒരു സങ്കല്പ കഥാപാത്രമാണ് ബോളസ് എന്നും അവൾ അവനോട് പറയുന്നു. കത്തുകൾ വായിക്കുമ്പോൾ ബോളസ് തനിക്കൊപ്പം ഉണ്ടെന്ന് അവൾക്ക് തോന്നുമെന്നും അത് ജീവിതം സഹിക്കാൻ സഹായിക്കുമെന്നും അവൾ പറയുന്നു. ഇത് കേട്ടപ്പോൾ നരേറ്ററിന് താൻ ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖവും ലജ്ജയും തോന്നി.
പിന്നീട് ആഴ്ചയിൽ 2 തവണ നരേറ്റർ അവൾക്ക് വേണ്ടി കത്തുകൾ എഴുതാൻ തുടങ്ങി. തെരേസയിൽ നിന്ന് ബോലസിനും ബോലസിൽ നിന്ന് തെരേസയ്ക്കും. അവൾ അവ കേട്ട് കരയുമായിരുന്നു. കത്തുകൾ എഴുതുന്നതിന്റെ നന്ദി സൂചകമായി അവൾ അവന്റെ വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്തു. 3 മാസങ്ങൾക്ക് ശേഷം തെരേസയെ ജയിലിലടയ്ക്കുന്നു. അവൾ മരിച്ചിരിക്കാം. മനുഷ്യർ എത്രയധികം വേദന അനുഭവിച്ചിട്ടുണ്ടോ അത്രയേറെ അവർ സ്നേഹത്തിനായി ആഗ്രഹിക്കുന്നുവെന്നും കഥ പറഞ്ഞു തരുന്നു. സമൂഹത്തിന്റെ രൂക്ഷമായ വിലയിരുത്തലിന് കഥ ശക്തമായി വിമർശിച്ചുകൊണ്ട് അവസാനിക്കുന്നു. മാക്സിം ഗോർക്കിയുടെ ബിലൗഡ് ബോലസ് എന്ന ഈ കഥ സമൂഹത്തിന്റെ നിർദയയും കരുണയുടെ അഭാവവും ശക്തമായി വിമർശിക്കുന്നു. ആദ്യം വിദ്യാർത്ഥിയായിരുന്ന നരേറ്റർ തെരേസയെ അവളുടെ പുറമേയുള്ള രൂപം കണ്ട് വിലയിരുത്തുന്നു. പിന്നീട് അവളുടെ വേദന മനസ്സിലാക്കി ലജ്ജിക്കുന്നു, അവളെ സഹായിക്കുന്നു. ഇതിലൂടെ കരുണ, സഹാനുഭൂതി, മാനവികത മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളാണെന്ന് കഥ പഠിപ്പിക്കുന്നു.